ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം ഇന്ന് നമ്മൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഗർഭിണികൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. ഇതിന്റെ സെക്കൻഡ് പ്രാവശ്യം റെക്കോർഡ് ചെയ്യുന്നത്. ബിക്കോസ് ഫസ്റ്റ് പ്രാവശ്യം ഇത് റെക്കോർഡ് ആയില്ല, അപ്പം ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം റെക്കോർഡ് ചെയ്യാണ്. ആസ് ഓൾ യു നോ, ഞാൻ ഇപ്പം 8 months പ്രഗ്നന്റ് ആണ്. ഫസ്റ്റ് പ്രഗ്നൻസിയും സെക്കൻഡ് പ്രഗ്നൻസിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ കുറച്ച് ലിസ്റ്റ് ആക്കിയിട്ടുണ്ട്. നമ്മളെ ഗർഭിണികൾക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവർ അവരുടെ പ്രഗ്നൻസി ടൈമിൽ എന്തായാലും ഫോളോ ചെയ്യേണ്ട കുറച്ച് ടിപ്സ് ആണ് കേട്ടോ. ഫസ്റ്റ് ടൈം ഗർഭിണി ആവുന്നവർക്ക് അല്ലെങ്കിൽ ന്യൂ മദേഴ്സിന് എന്തായാലും ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും. ലാസ്റ്റ് വരെ എന്തായാലും നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എന്റെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് നിങ്ങൾ വിലപ്പെട്ട ഫീഡ്ബാക്ക് കമന്റിൽ പറയും. നമുക്ക് ഫസ്റ്റ് ടിപ്പിൽ പോയാൽ ഹാവ് യുവർ മീൽ ഓൺ ദ ടൈം. കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് നിങ്ങൾ ഫുഡ് കഴിക്കുക. എനിക്ക് രണ്ട് പ്രഗ്നൻസിയും, അതായത് എന്റെ ഫസ്റ്റ് പ്രഗ്നൻസിയും സെക്കൻഡ് പ്രഗ്നൻസിയും വേറെ വേറെ രീതിയാണ്. ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എനിക്ക് ഭയങ്കര ഛർദിയായിരുന്നു. ഛർദി എന്നെല്ലാം പറഞ്ഞാൽ പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഛർദിയായിരുന്നു. പ്രസവിക്കുന്നവരെ അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്. ഇപ്പൊ എനിക്ക് രണ്ടാമത്തെ പ്രഗ്നൻസിയിൽ എനിക്കൊരു 3 മാസം 4 മാസം വരെ എനിക്ക് ഛർദി ഉണ്ടായിരുന്നു. 4 മാസം കഴിഞ്ഞപ്പോ എനിക്ക് അങ്ങനത്തെ ഒരു ഛർദിയോ അല്ല ഒരു ടെൻഡൻസിയോ അല്ലെങ്കിൽ സ്മെല്ലിന്റെ പ്രശ്നമോ അങ്ങനെ ഒന്നും ഇല്ല. സോ രണ്ടാൾക്കും, അതായത് രണ്ട് രീതിയിലുള്ള ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ തീരെ ഛർദി ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. അവരവരുടെ ബോഡീന്റെ ടൈപ്പിൽ ഡിപ്പെൻഡ് ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പം ഛർദി ഇല്ലവരെന്ത് ചെയ്യാം, കുറച്ചായിട്ട് ഫുഡ് കഴിക്കാം. പക്ഷെ കറക്റ്റ് സമയത്ത് ഒരു 6, 7 അല്ല 6, 7 പ്രാവശ്യമായിട്ട് നിങ്ങൾ കുറച്ചായിട്ട് ഫുഡ് എടുക്കാൻ നോക്കുക. നിങ്ങൾ ഫുഡ് എടുത്തിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഗ്യാസ് ആയിട്ട് ഛർദി ആവാൻ ചാൻസസ് വളരെ കൂടുതലാണ്. ഞാൻ എന്റെ കെൻസൺ, അതായത് എന്റെ മൂത്ത കുട്ടീനെ സമയത്ത് ഞാൻ കഞ്ഞിയോ അല്ലെങ്കിൽ ഇളനീർ വെള്ളമോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് ഞാൻ എടുക്കാൻ നോക്കാറുണ്ട്. ഛർദിച്ചാലും ഞാൻ എടുക്കാൻ നോക്കാറുണ്ട്. വെയിറ്റ് ലോസ് ആവും, അങ്ങനത്തെവർക്ക് വെയിറ്റ് ലോസ് ആവും. പക്ഷെ അത് പേടിക്കേണ്ട ആവശ്യമില്ല. എന്നാലും നിങ്ങൾക്ക് ആവുന്നത്ര ഫുഡ് നിങ്ങൾ എടുക്കാൻ നോക്കുക. ഓൺ സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കുക. ആവുന്നത്ര ഗ്യാസ് ആവുന്ന ഒരു രീതിക്കുള്ള ഫുഡ് അവോയ്ഡ് ചെയ്യുക. നമ്മൾ ഈ തണ്ണിമത്തൻ, കാലി വയറ്റിൽ തണ്ണിമത്തൻ കഴിക്കുക, തണ്ണിമത്തൻ ജ്യൂസ് കുടിക്കുക, ഇല്ലെങ്കിൽ നല്ല ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് കഴിക്കുക. അങ്ങനത്തെ ഉള്ള ഐറ്റംസ് വെച്ച് കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ഐറ്റംസ് കഴിക്കാനായിട്ട് ട്രൈ ചെയ്തു. പിന്നെ മീൽസിന് എത്രയിലും ചെറിയ പോർഷൻ ആയിട്ട്, ഇപ്പൊ നിങ്ങൾ 4 ഇഡ്ഡലി കഴിക്കുന്നവരാണെങ്കിൽ ഫസ്റ്റ് 2 ഇഡ്ഡലി കഴിക്കുക. ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് 2 ഇഡ്ഡലി കഴിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശപ്പിനനുസരിച്ച് കഴിക്കാം. നമ്മൾ നോർമൽ, അതായത് നമ്മുടെ നോർമൽ ലൈഫിൽ നമ്മൾ 3 പ്രാവശ്യമായിട്ട് കഴിക്കുന്നത് അത് ഡിവൈഡ് ചെയ്തിട്ട് ഒരു 6 പ്രാവശ്യമായിട്ട് കഴിച്ചാൽ നിങ്ങൾക്ക് ക്ഷീണോ അല്ലെ ഛർദിയോ അതൊക്കെ നിങ്ങൾക്ക് ആവുന്നത്ര കുറയും. പിന്നെ ഫുഡിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ റോ മീറ്റ്, അതായത് വേവിക്കാത്ത മുട്ട അല്ല വേവാത്ത ഇറച്ചി അല്ല വേവാത്ത ചിക്കൻ, ഇങ്ങനത്തെ ഒന്നും കഴിക്കാണ്ടിരിക്കുക. അത് നിങ്ങൾക്ക് ഇൻഫെക്ഷൻ ആവാൻ, വയറ്റിൽ ഇൻഫെക്ഷൻ ആവാൻ ചാൻസസ് കൂടുതലാണ്. അപ്പൊ നമ്മൾ സെക്കൻഡ് ടിപ്പിലേക്ക് പോയാലോ. ഹൈഡ്രേറ്റ് യുവർ സെൽഫ്. അപ്പം ധാരാളം വെള്ളം കുടിക്കുക. വെള്ളം നമ്മൾ പച്ചവെള്ളം തന്നെ ആവണമെന്നില്ല, നോർമൽ വെള്ളം തന്നെ ആവണമെന്നില്ല. നിങ്ങൾക്ക് ജ്യൂസിന്റെ രീതിയിലോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളമൊക്കെ കുടിച്ചാൽ നല്ല ആശ്വാസമാണ്. പിന്നെ കഞ്ഞി ഉണ്ടാക്കുന്നവർ, അതായത് വീട്ടിൽ നമ്മള് മറ്റേ പുഴുങ്ങലരിന്റെ റൈസ് ഒക്കെ ഉണ്ടാക്കുന്നവർക്ക് അവർക്ക് കഞ്ഞിവെള്ളം കുടിച്ചാൽ നല്ല ആശ്വാസമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ കുടിച്ചത് കഞ്ഞിന്റെ വെള്ളമാണ്. സെക്കൻഡ് പ്രഗ്നൻസിയിലും അത്രയുള്ളൂ. ഞാൻ ഏറ്റവും കൂടുതൽ കഞ്ഞിന്റെ വെള്ളം കുടിക്കാറുണ്ട്. കഞ്ഞി എനിക്ക് ഇപ്രാവശ്യം ഇഷ്ടമല്ല, പക്ഷെ ഞാൻ കഞ്ഞിന്റെ വെള്ളം കുടിക്കാറുണ്ട്. കുറച്ച് എനർജി കിട്ടും നമുക്ക്. സ്റ്റാർച്ചിലെ വെള്ളമാണല്ലോ, അപ്പൊ നമുക്ക് എന്തായാലും അതിന് എനർജി കിട്ടും. അപ്പൊ കഞ്ഞിന്റെ വെള്ളമോ അല്ലെങ്കിൽ നല്ല ജ്യൂസോ ഒക്കെ അടിച്ചിട്ട് നിങ്ങൾ കുടിക്കാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ എല്ലാവരുടെ പ്രഗ്നൻസിയും ഡിഫറെന്റ് ആണ്. പക്ഷെ ഫുഡ് കഴിക്കുന്നതും ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കുന്നതും എല്ലാ ഗർഭിണികളും മസ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ 2 ലിറ്ററെങ്കിലും വെള്ളം കുടിക്കാൻ നോക്കുക. അതായത് 8 ഗ്ലാസ് വെള്ളങ്ങൾ കുടിക്കാൻ നോക്കുക. പിന്നെ മാക്സിമം നിങ്ങൾക്ക് ഒരു 4 ലിറ്റർ വരെ നിങ്ങൾക്ക് വെള്ളം കുടിക്കാം. ഇളനീർ വെള്ളമൊക്കെ കുടിക്കാൻ നോക്കാം. ഇളനീർ വെള്ളം വളരെ നല്ലതാണ് നിങ്ങളെ കുട്ടികളുടെ സ്കിന്നിന്, അതായത് വയറ്റിലുള്ള കുട്ടീന്റെ സ്കിന്നിനായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹൈഡ്രേഷൻ ആയിക്കോട്ടെ, നിങ്ങൾക്ക് ന്യൂട്രീഷൻ കിട്ടാനും നിങ്ങൾ ഇളനീർ വെള്ളം നല്ലതാണ് നിങ്ങളെ ബോഡിക്ക്. അപ്പൊ നിങ്ങൾ ആവുന്നത്ര വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. തേർഡ് ടിപ്പിലേക്ക് പോയാലോ. ട്രൈ ടു സ്ലീപ് ലെഫ്റ്റ് സൈഡ്. ആവുന്നത്ര നിങ്ങളെ ലെഫ്റ്റ് സൈഡിലേക്ക് കിടക്കാൻ നോക്കുക. ബിക്കോസ് എന്തിനാ നമ്മൾ ലെഫ്റ്റ് സൈഡിൽ തന്നെ കിടക്കാൻ പറയുന്നത്? റൈറ്റ് സൈഡിൽ കിടന്നാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. സോ റൈറ്റ് സൈഡ് കിടക്കുന്നതിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾക്കോ നിങ്ങളെ കുട്ടിക്കോ ഒരു കുഴപ്പം ഉണ്ടാവില്ല. ലെഫ്റ്റ് സൈഡിലേക്ക് എന്തിനാ കിടക്കാൻ പറയുന്ന പറഞ്ഞാൽ, ലെഫ്റ്റ് സൈഡിൽ കിടന്നാൽ നിങ്ങളെ ബ്ലഡ് ഫ്ലോ, നിങ്ങളെ കുട്ടിയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ
ഈസി ആവും. പ്ലസ് ഓക്സിജൻ സപ്ലൈയും നിങ്ങൾക്ക് ഈസി ആവും. കുട്ടികൾക്ക് ഓക്സിജൻ സപ്ലൈയും ഈസി ആവും. അതുകൊണ്ടാണ് നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് കിടക്കാൻ പറയുന്നത്. അപ്പൊ ആവുന്നത്രയും നിങ്ങൾ ലെഫ്റ്റ് സൈഡിലേക്ക് കിടക്കുക. നിങ്ങൾ പില്ലോ സപ്പോർട്ടൊക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് ആവുന്നത്ര ലെഫ്റ്റ് സൈഡിലേക്ക് ചെരിഞ്ഞ് കിടക്കും. അപ്പൊ നമ്മൾ നാലാമത്തെ ഇമ്പോർട്ടന്റ് ടിപ്പിലേക്ക് പോകാം. നാലാമത്തെ ടിപ്പ് വന്നിട്ട് ഡു നോട്ട് ഫോർഗെറ്റ് യുവർ വൈറ്റമിൻ ടാബ്ലറ്റ്. വൈറ്റമിൻ ടാബ്ലറ്റ് എടുക്കാൻ നിങ്ങൾ മറക്കരുത്. എന്താ പറഞ്ഞാല് ഞാൻ പറഞ്ഞല്ലോ, 2 പ്രഗ്നൻസിയും ഡിഫറെന്റ് ആയിട്ടുണ്ട് എനിക്ക്. ഫസ്റ്റത്തെ പ്രഗ്നൻസിയും സെക്കൻഡത്തെ പ്രഗ്നൻസിയും. ഫസ്റ്റത്തെ പ്രഗ്നൻസിയിൽ എനിക്ക് വിറ്റാമിൻ മരുന്ന് എടുത്താൽ എനിക്ക് ഛർദിയാണ്. അത് ഉള്ളിൽ പോകുന്ന അതേ രീതിയിൽ നമുക്കത് പുറത്തേക്ക് വരും. പക്ഷെ എന്നാലും നിങ്ങൾ ആ വിറ്റാമിൻ മരുന്ന് എടുക്കണം. എടുത്തിട്ട് കുറച്ച് സമയം നിങ്ങൾ ശരീരത്തിലുണ്ടെങ്കിൽ അത്ര അബ്സോർവ് ആവുമല്ലോ. സോ നിങ്ങൾ ടാബ്ലറ്റ് എടുക്കാൻ ശ്രമിക്കുക. പക്ഷെ ദിവസം വിറ്റാമിൻ മരുന്ന് എടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അപ്പൊ ഞാൻ ഓരോരോ ആൾക്കാർ ഇങ്ങനെ പറയുന്നേക്കാം, ഞാൻ മരുന്ന് എടുക്കാറില്ല പക്ഷെ ഞാൻ ഫ്രൂട്ട്സ് കഴിക്കാറുണ്ട്, അതുകൊണ്ട് എനിക്ക് അയറന്റെയോ അല്ല കാൽഷ്യത്തിന്റെ ആവശ്യമില്ല, കാൽഷ്യത്തിന് പകരം ഞാൻ 3 മുട്ട കഴിക്കാറുണ്ട്. പക്ഷെ നിങ്ങൾ എത്ര മുട്ട കഴിച്ചാലും അല്ലെങ്കിൽ നിങ്ങൾ എത്ര ഫ്രൂട്ട്സ് കഴിച്ചാലും ആ ഒരു ടാബ്ലറ്റിന്റെ ഒരു എഫക്ട് നിങ്ങളുടെ ബോഡിക്ക് കിട്ടൂല. ഇപ്പൊ ഒരാളിപ്പോ ABC ജ്യൂസ് ആയി കുടിക്കുന്നുണ്ട്. നിങ്ങൾ ലിറ്റർ കണക്കിന് ജ്യൂസ് കുടിച്ചാൽ ആ ചെറിയ മരുന്നിന്റെ അകത്ത് നിങ്ങൾക്ക് എഫക്ട് നിങ്ങളുടെ ബോഡിയിലേക്ക് വരും. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും നിങ്ങൾ മരുന്നായ രൂപത്തിൽ തന്നെ എടുക്കുക. അപ്പൊ കുറെ പേര് ഇങ്ങനെയും പറയുന്നുണ്ട്, പണ്ടത്തെ കാലത്ത് ഈ മരുന്നൊന്നും കഴിച്ചിട്ടൊന്നുമല്ലല്ലോ നമ്മൾ പ്രസവിച്ചത് നിങ്ങൾ കൂടിയും പറയുന്ന ആൾക്കാരുണ്ട്. പണ്ടത്തെ കാലത്ത് ഫുഡിന്റെ രീതി അങ്ങനെയാണ്. അവർ നല്ല പച്ചക്കറിയും പിന്നെ എൻവിറോൺമെന്റും അങ്ങനെയാണ്. നല്ല നല്ല ഓക്സിജനും ഒക്കെ ഉള്ള എൻവിറോൺമെന്റ് ആയിരുന്നു പണ്ടത്തെ കാലത്ത്. പറഞ്ഞുതരാനും കുറെ പേരുണ്ടായിരുന്നു. ഇപ്പൊക്കെ ന്യൂക്ലിയർ ഫാമിലിയാണ്. അപ്പൊ നമുക്ക് പറഞ്ഞുതരാനും കുറച്ച് പേരേ ഉള്ളൂ. അപ്പം ടാബ്ലറ്റിന്റെ രീതിക്ക് തന്നെ എടുക്കുക. അപ്പൊ നമുക്ക് 5ാമത്തെ ടിപ്പിലേക്ക് പോകാം. മോയ്സ്ചറൈസ് യുവർ ബെല്ലി ഏരിയ. അതായത് നിങ്ങളെ വയറ് നമുക്ക് നല്ല ഇച്ചിങ് ആയിട്ടുള്ള സമയമായിരിക്കും. നമ്മൾ 3rd സെമിസ്റ്ററിലൊക്കെ നമ്മളെ വയറ് ഇങ്ങനെ മുന്നോട്ട് വരുമ്പം നമുക്ക് ഭയങ്കര ഇച്ചിങ് ആയിരിക്കും. ഇച്ചിങ് എന്ന് പറഞ്ഞാൽ ചൊറിച്ചിലായിരിക്കും. ചൊറിച്ചിൽ വരുമ്പോൾ നമ്മൾ ചൊറിയാണ്ട് നിൽക്കുക. ആവുന്നത്ര നിങ്ങൾക്ക് ചൊറിച്ചിൽ വരുന്നുണ്ടെങ്കിൽ വാസ്ലീനോ അല്ലെങ്കിൽ ബോഡി ലോഷനോ അങ്ങനെ എന്തെങ്കിലും വെളിച്ചെണ്ണയോ എന്തെങ്കിലും നിങ്ങളെ വയറ്റിൽ തേച്ച് കൊടുക്കാം. തേച്ച് കൊടുത്താൽ നിങ്ങൾക്ക് ഈ ചൊറിച്ചിൽ ടെൻഡൻസി നിങ്ങൾക്ക് കുറയും. പ്ലസ് നിങ്ങൾക്ക് സ്ട്രെച്ച് മാർക്സും വരില്ല. 0 സ്ട്രെച്ച് മാർക്ക് ആയിരിക്കും. ഫസ്റ്റ് ടൈം ഗർഭിണി ആവുന്നവർക്ക് എന്തായാലും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വയറ് വരുമ്പം തന്നെ ദിവസം നിങ്ങളുടെ ബോഡിയിലേക്ക് നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ ഫേസ് നിങ്ങളുടെ ബോഡി എങ്ങനെ ടേക്ക് ചെയ്യണം, അതേപോലെ നിങ്ങളുടെ വയറ്റിലേക്കും കുറച്ച് മോയ്സ്ചറൈസർ എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നിങ്ങൾക്ക് ചൊറിച്ചലോ അല്ലെങ്കിൽ നിങ്ങളെ സ്കിൻ സ്ട്രെച്ച് ആവോ ഒന്നും ചെയ്യൂല. ഡെലിവറി കഴിഞ്ഞാൽ നിങ്ങളെ ബോഡി നോർമൽ രീതിക്ക് തന്നെ ഉണ്ടാവും. 6ാമത്തെ ടിപ്പ് ഗോ ടു ഹോസ്പിറ്റൽ റെഗുലർലി. മാസം നമ്മൾ ഹോസ്പിറ്റലിൽ കാണിക്കണം. അതായത് എല്ലാ മാസവും ചെക്കപ്പും ഉണ്ടാകും. നമുക്ക് മെയിൻ ആയിട്ട് 3 സ്കാനിങ് ഉണ്ടാവും. ഒന്ന് വന്നിട്ട് മൂന്നാമത്തെ മാസത്തെ സ്കാനിങ് ആണ്. നിങ്ങളെ കുട്ടിന്റെ ഗ്രോത്തും ഹാർട്ട് ബീറ്റും പൊസിഷനും ഒക്കെ നോക്കുന്ന ഒരു സ്കാനിങ് ആണ്. വേറെ സ്കാനിങ് വന്നിട്ട് 5ാം മാസത്തിലാണ് ഉണ്ടാവുക. അനാമൽ സ്കാനിങ് എന്ന് പറയുമ്പോൾ അത് കുട്ടീന്റെ എല്ലാ അവയവങ്ങളും, അതായത് ഹാർട്ട്, കൈ, കാല്, കണ്ണ്, മൂക്ക്, ഇങ്ങനെ എല്ലാ സംഭവവും ചെക്ക് ചെയ്യുന്ന ഒരു 5ാം മാസത്തെ മെയിൻ ഇമ്പോർട്ടന്റ് സ്കാനിങ് ആണ്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 8ാം മാസം അല്ലെങ്കിൽ 9ാം മാസം, 8ാം മാസം ലാസ്റ്റ് അല്ലെങ്കിൽ 9ാം മാസം തുടക്കത്തിൽ നിങ്ങൾക്ക് വേറൊരു സ്കാനിങ്ങും കൂടി ഉണ്ടാകും. അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കാനിങ് ആണ്. അതിൽ നിങ്ങളെ മെഡിക്കൽ കോഡ് എന്തെങ്കിലും ചുറ്റിട്ടുണ്ടോ, അല്ല നിങ്ങളെ വാട്ടർ ലെവൽ എത്രയാണ് ഉള്ളത്, എപ്പോഴാണ് നിങ്ങൾ എക്സ്പെക്ടഡ് ഡെലിവറി ഡേറ്റ്, വെയിറ്റ് എത്ര ഉള്ളത് നോക്കും. ഇതൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് ലാസ്റ്റത്തെ സ്കാനിങ്. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്കാനിങ് ഒന്നും ഇല്ല. ട്വിൻസ് ആണ്, നിങ്ങൾ ട്വിൻസ് ആണ് നിങ്ങൾ ക്യാരി ചെയ്യുന്നുണ്ടെങ്കിൽ ഡോക്ടർ നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് സ്കാനിങ് ചെയ്യാൻ പറയും. നിങ്ങൾ ഹൈ റിസ്ക് പ്രഗ്നൻസിലാണ് ഉള്ളതെന്ന് പറഞ്ഞാൽ അതിനും അത്രയും അവര് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് സ്കാനിങ് എടുക്കാൻ പറയും. ഇതിലും അത്രയും കുറെ പേര് പറയാറുണ്ട്, പണ്ടത്തെ കാലത്തൊന്നും സ്കാനിങ് ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് ഈ സമയത്ത് സ്കാനിങ് ഇത്രയൊക്കെ ചെയ്യിപ്പിക്കുന്നത്, ഡോക്ടർമാര് പറ്റിക്കാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. അതൊന്നും കേൾക്കാൻ നിൽക്കരുത്. ബിക്കോസ് നമുക്ക് വെൻ വി ആർ പ്രഗ്നന്റ് നമുക്ക് നമ്മുടെ കുട്ടിയാണ് ഇമ്പോർട്ടന്റ്. അപ്പൊ സ്കാനിങ് എന്തിനാ ചെയ്യുന്ന പറഞ്ഞാൽ വയറ്റിലുള്ള കുട്ടിയെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പൊ അത് സേഫ് ആയിട്ട് ഉണ്ടോ ഇല്ലയോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്കാനിങ് ചെയ്യുന്നത്. ഒരു സ്കാനിങ്ങും സ്കിപ്പ് ചെയ്യാണ്ട് നിൽക്കുക. എന്തായാലും സ്കാനിങ് എന്തായാലും റെഗുലർ ആയിട്ട് ചെയ്യുക. ഹോസ്പിറ്റലിൽ റെഗുലർ ആയിട്ട് പോകുക. ഹോസ്പിറ്റലിൽ റെഗുലർ ചെക്കപ്പിന് പോയാൽ മാത്രം നമ്മുടെ ബോഡിന്റെ ഉള്ളിലുള്ള ചേഞ്ചസ് കറക്റ്റ് ആണോ അല്ലയോ എന്നുള്ളൊരു കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഇപ്പം എൻ്റെ 3rd സെമിസ്റ്റർ ആണ്, 7, 8, 9.
തേർഡ് സെമിസ്റ്ററിൽ എന്തായാലും നിങ്ങൾ ചെയ്യേണ്ട മസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഹോസ്പിറ്റൽ ബാഗ് പ്രിപ്പയർ ചെയ്യുക. അതിന് വേണ്ടിയിട്ടുള്ള ലിസ്റ്റ് നിങ്ങൾ ഫസ്റ്റ് തന്നെ ചെക്ക് ലിസ്റ്റ് ആക്കി വെക്കുക. എന്നിട്ട് ആ സാധനങ്ങളൊക്കെ വാങ്ങി ബാഗ് പ്രിപ്പയർ ചെയ്ത് വെക്കാം. നിങ്ങൾ ഹോസ്പിറ്റൽ ബാഗിന്റെ വീഡിയോസ് നിങ്ങൾക്ക് വാങ്ങുന്ന പണ്ട് എന്റെ ക്യാൻസറിന്റെ സമയത്തുള്ള ഒരു വീഡിയോ ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യാം. പ്ലസ് ഞാൻ ഇപ്പം ഈ പ്രാവശ്യം ഗർഭിണിയായ ഒരു ഹോസ്പിറ്റൽ ബാഗ് അപ്ഡേറ്റഡ് വേർഷൻ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. ഞാൻ ഇതുവരെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പർച്ചേസ് ചെയ്യുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ ഞാൻ ഹോസ്പിറ്റൽ ബാഗ് പ്രിപ്പയർ ചെയ്യുന്നതായിക്കോട്ടെ, ഞാൻ എന്തായാലും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യും. ഞാൻ ഇവിടെ നല്ല എന്റെ വീട്ടിൽ പോയിട്ടായിരിക്കും ഞാൻ ഓൾമോസ്റ്റ് എന്റെ ഹോസ്പിറ്റൽ ബാഗ് ഞാൻ പ്രിപ്പയർ ചെയ്യുക. സോ അതിന്റെ അപ്ഡേറ്റും ഞാൻ പുതിയതായിട്ട് ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഹെൽത്തി ആയിട്ട് നിൽക്കുക, നല്ല ഫുഡ് കഴിക്കുക, നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കുക. നിങ്ങളെ പോസിറ്റീവായിട്ടുള്ള ചിന്തയായിരിക്കും കുട്ടിക്ക് പോവുക. പിന്നെ കുട്ടീനോട് ഇടക്കിടയ്ക്ക്, അതായത് വയറ്റിലെ ബേബിനോട് നിങ്ങൾ ഇടക്കിടയ്ക്ക് സംസാരിക്കുക, നല്ല നല്ല വാക്കുകൾ സംസാരിക്കുക. പിന്നെ എക്സസൈസ് ചെയ്യുക. എക്സസൈസ് ഇൻ ദ സെൻസ് നിങ്ങളെ ഡോക്ടറിനെ റെഫർ ചെയ്തിട്ട് നിങ്ങൾ ഡോക്ടർ പറയുന്ന എക്സസൈസ്, മൈൽഡ് ആയിട്ടുള്ള എക്സസൈസ്, വാക്കിംഗ് അങ്ങനെയൊക്കെ ചെയ്യുക. ഹെവി ആയിട്ടുള്ള വെയിറ്റ് ഒന്നും എടുക്കാണ്ട് നിൽക്കുക. പിന്നെ ലാസ്റ്റ് സെമിസ്റ്ററിൽ ഹെവി ആയിട്ടുള്ള വെയിറ്റ് ഒന്നും എടുക്കാണ്ട് നിൽക്കുക. ട്രാവൽ ചെയ്യാണ്ടിരിക്കുക, അധികം ട്രാവൽ ഒന്നും ചെയ്യാണ്ടിരിക്കുക. ഇങ്ങനത്തെ കുറച്ച് ടിപ്സ് എന്തായാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം വീഡിയോ അത്രയില്ലും. ഇത് ഞാനൊരു കുറച്ച് എൻ്റെ ഒരു എക്സ്പീരിയൻസിന്റെ മേലും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് പാർട്ട് 2 ആണെങ്കിൽ എന്തായാലും കമന്റ് ബിലോ ചെയ്യാൻ, ഞാൻ എന്തായാലും പാർട്ട് 2 ചെയ്യുന്നതായിരിക്കും. നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും എന്റെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണ് നോക്കണമെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അസ്സലാമു അലൈക്കും.